ഇറാൻ്റെ തകർച്ചയിൽ ആഘോഷിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാണാം. അതായത് ആനന്ദ നൃത്തം ചവിട്ടുന്ന ആൾ. Celebrating the death of Ali Khamenei. Since I was little, all I heard was we hope that Ali Khamenei dies, gets killed. I'm 20 years old. I'm 20 years old. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഒരു ഷിയ രാജ്യമായത്? ഇത് പലർക്കും അറിയില്ല. ഇറാൻ ആദ്യം ഒരു മുസ്ലിം സുന്നി ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാന്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ. ഇറാനിലെ യുദ്ധം 3-ാം ദിവസത്തിലേക്ക് എത്തി. ഇതിനകം സൗദി അടക്കം ഇടപെട്ട് ഇറാനെ തകർക്കാൻ വേണ്ടി പോവാന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നൊരു വിവരം. കാരണം സൗദിയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് ആക്രമണം നടന്നു. ആ ആക്രമണത്തിൽ ഭാഗികമായിട്ട് ഇതിന് തീപിടുത്തുണ്ടായി. ചില ഭാഗങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഇനി എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഗതി മാറുമെന്നും സൗദി തിരിച്ചടിക്കുന്ന പറഞ്ഞുള്ളത്. ഇനി ഇതാ കരമാർഗം യുദ്ധം നടത്താൻ പോവാണ്. ഗൾഫിലൊക്കെയുള്ള സ്ഥിതി പടച്ച റബ്ബേ, നാട്ടിൽ പലതിലും പ്രയാസങ്ങൾ നേരിടാൻ തുടങ്ങി. പലയിടത്തും ബദരീങ്ങളുടെ ആണ്ടൊക്കെ പൊലിമകളൊക്കെ കുറക്കാൻ തുടങ്ങി. കാരണം ഈ ഗൾഫിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റിലീഫ് പ്രവർത്തനങ്ങൾ തൽക്കാലം കുറക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഗൾഫിലുള്ള ജോലിയെ ബാധിക്കും. ലബനാനിലേക്കും ആക്രമണം തുടങ്ങിയേക്കാണ്. ഇസ്രയേലും അമേരിക്കയും കൂടി ഒരു കരയാക്രമണം നടന്നു കഴിഞ്ഞാൽ ഇറാനെ പിടിച്ചാൽ കിട്ടൂല. ഇറാൻ്റെ കയ്യിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെ പോലെയല്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേരെ വരെ ആക്രമണം നടത്തി. അപ്പോൾ ഇറാനുമായിട്ടൊരു കരയുദ്ധം നടത്തി കഴിഞ്ഞാൽ അത്ര വേഗത്തിലൊന്നും ഇസ്രായേലിനും അമേരിക്കയും ജയിക്കാൻ പറ്റൂല. ഇറാൻ്റെ തകർച്ചയിൽ ആഘോഷിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാണാം. അതായത് ആനന്ദ നൃത്തം ചവിട്ടുന്ന ആളുകൾ, ഗംഭീരമായുള്ള പെർഫോമൻസ്. അപ്പോൾ ഇറാനിൽ സത്യം പറഞ്ഞാൽ അയത്തുള്ള ഖുമൈനിക്ക് പിന്തുണയില്ലേ? ഒരു വിഭാഗം ആളുകൾ ഇറാനിൽ അദ്ദേഹത്തിനെതിരെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും വളരെ വലിയൊരു വിഭാഗം ആളുകൾ അയത്തുള്ള ഖുമൈനിക്കൊപ്പമാണ്. ഇതിന് പകരം ചോദിക്കണം എന്ന് ആവശ്യപ്പെടുന്നവരാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന വീഡിയോ ഒന്നുകിൽ ഇറാനിൽ നിന്നൊക്കെ പുറത്തുപോയ പ്രവാസികളോ അല്ലെങ്കിൽ ഇറാൻ്റെ തന്നെ കുറച്ച് ഭാഗത്തുള്ള ചില ലിമിറ്റഡ് ഏരിയകളിലുള്ള വീഡിയോകളാണ്. ചില സംഘചാനലുകളൊക്കെ ഈ വീഡിയോ മാത്രം പുറത്തു വിട്ടിട്ട് ഇറാനികൾ ആഹ്ലാദത്തിലാണ്, സന്തോഷമാണെന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്. മൊത്തത്തിലൊരു 98% ഇറാനികളും ഈ അയത്തുള്ള ഖുമൈനിക്കൊപ്പമാണെന്നുള്ളതാണ്. ഇറാൻ എന്ന് പറയുന്നൊരു രാജ്യം സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഒരു ഷിയ രാജ്യമായത്? ഇത് പലർക്കും അറിയില്ല. ഇറാൻ ആദ്യം ഒരു മുസ്ലിം സുന്നി ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാന്. ഇറാനിലെ എല്ലാ സ്ഥലങ്ങളും സുന്നികളുടെ പള്ളികളും സുന്നികളുടെ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇറാനിൽ ഷിയാക്കളുണ്ടായിരുന്നത്. അതായത് ഇറാഖുമായിട്ട് അതിർത്തി പങ്കിടുന്ന കുറച്ച് പ്രദേശങ്ങളിൽ നിന്ന് അങ്ങനെയുള്ളൊരു സംസർഗത്തിലൂടെ കുറച്ച് പേര് ഷിയാക്കളുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയായിരിക്കും ശരിക്കും ഈ ഇറാൻ ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമായിട്ടുണ്ടാവുക? അതായത് 16-ാം നൂറ്റാണ്ടിൽ 1501 ഷാ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാൾ ഒരു ഭരണകൂടം സ്ഥാപിച്ചു. സഫവീദ് ഭരണകൂടം എന്നാണ് ആ ഭരണകൂടത്തിന് അറിയപ്പെടുക. ഈ ഷാ ഇസ്മായിൽ ഇവിടെ വന്നതിന് ശേഷം ചെയ്ത് മൂപ്പര് പറഞ്ഞു, ഷിയ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇനി മുതൽ ഇറാനിൻ്റെ ഒഫീഷ്യൽ മതം എന്ന് പറഞ്ഞ് മൂപ്പര് സുന്നികളായ ആളുകളെ മുഴുവനും പീഡിപ്പിക്കാൻ തുടങ്ങി. കുറേ ആളുകൾ ജീവനിൽ ഭയന്നിട്ട് ഷിയ വിശ്വാസം സ്വീകരിച്ചു. കുറേ സുന്നി മതപണ്ഡിതന്മാരെ ആട്ടി ഓടിച്ചു. സൂഫിയാക്കളെ കൊന്നുകളഞ്ഞു. ആ സൂഫിയാക്കളുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ഇല്ലാതാക്കി. കുറേ പേരൊക്കെ റിമോട്ട് ഏരിയകളിലേക്ക് മാറി. അങ്ങനെ ഈ ലെബനാനിൽ നിന്നും പിന്നെ ഇറാഖിൽ നിന്നും കർബലയിൽ നിന്നൊക്കെ ഷിയ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു നാട്ടിലുള്ള ആളുകളെ മുഴുവനും ഷിയ മതത്തിലേക്ക് അല്ലെങ്കിൽ ഷിയ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു. അങ്ങനെ കുറേയൊക്കെ ജീവൻ ഭയന്ന കുറേ സുന്നി പണ്ഡിതന്മാരും ഇവരെടുത്തു. ഇവരെ പള്ളികൾ ഇവരെ ഏറ്റെടുത്തു. കാരണം ബാക്കിയുള്ളവരൊക്കെ അടിച്ചോടിക്കുകയാണ്. അങ്ങനെ കുറേ പീഡനങ്ങൾ നടത്തിയിട്ടാണ് സത്യത്തിൽ ഈ ഷിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ ഇറാനിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഷാ ഇസ്മായിൽ എന്ന് പറയുന്ന ഈ ഭരണകൂടം 1501 മുതൽ 1736 വരെയുള്ള കാലഘട്ടമാണ് ഈ സഫ്വദ് ഭരണകൂടം. അപ്പോഴേക്കും അവിടെ ഷിയാക്കൾ ഭൂരിപക്ഷമാവാൻ തുടങ്ങി. കാരണം തുടക്കം അങ്ങനെയാണ്, തുടക്കം നിർബന്ധിപ്പിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ആളുകൾക്ക് വേറെ ഗതിയില്ല. പിന്നെ അതിൻ്റെ തലമുറ ആരായിട്ട് മാറി? ഷിയാക്കളായിട്ട് മാറി. അങ്ങനെ ഒരു 90% ഷിയാക്കൾ മാത്രമുള്ളൊരു രാജ്യമായിട്ട് മാറി ഇറാന് മാറി. അന്ന് ഓട്ടോമൻ സാമ്രാജ്യം എന്ന തുർക്കി സാമ്രാജ്യം, തുർക്കി ഖിലാഫത്ത് ഇവർക്കെതിരെ യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇവരിങ്ങനെ സുന്നികളെ പീഡിപ്പിക്കുന്നതിനെതിരെ. പിന്നീട് തുർക്കി ഖിലാഫത്ത് സുന്നിയുടെ ഒരു മുഖവും ഇറാന് ഷിയാക്കളുടെ ഒരു മുഖമായിട്ട് മാറി. പിന്നെ പലരുടെയും ധാരണ ഇവരെല്ലാവരും സഹാബികളെ ചീത്ത പറയുന്നവരാണ്, ഇവർ ഉമറുള്ള എല്ലാവരും അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലും കുറേ നടക്കുന്ന കുറേ ആളുകൾ മോശത്തരം ചെയ്യുന്നവരെ, ഇതുപോലെ എല്ലാ ഷിയാക്കളും അങ്ങനെ ചെയ്യുന്നവരല്ല. പിന്നെ ഇവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഇവർ പലസ്തീൻ പോരാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അതൊന്നും ശരിയല്ല. കാരണം ഈ ഹമാസിന് വേണ്ടുന്ന ആയുധങ്ങൾ കൊടുക്കുന്നതും അവർക്ക് തുരങ്കം ഉണ്ടാക്കാൻ ടെക്നോളജി കൊടുക്കണം സത്യം പറഞ്ഞ ഇറാനാണ്.
അതുതന്നെയാണ് ഇസ്രായേലിന് പേടി. മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങൾ, സുന്നി രാഷ്ട്രങ്ങൾ ഹമാസിലെ ഗാസക്കാർക്ക് വേണ്ടിയിട്ട് ഫുഡ്, മരുന്ന്, മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ ഇറാന് മാത്രമാണ് സൈനികമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് പിന്തുണ കൊടുക്കുക. സുന്നി വിരുദ്ധ ആശയം മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും എല്ലാ ഇറാനികളും സുന്നി വിരുദ്ധ ആശയമല്ല. അവരുടെ മെയിൻ ആശയം എന്താണെന്ന് വെച്ചാൽ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ ഒരു ആശയമാണ്. അവരുടെ സ്ഥലങ്ങളിലൊക്കെ ബോർഡാണ് ഇസ്രായേൽ ഞങ്ങൾ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ആ രീതിയിലാണ് ഒരു മനസ്സ് രൂപപ്പെട്ടത്. ഷിയാക്കളായിരുന്ന ഈ രാജ്യം ഇസ്രായേൽ രൂപപ്പെട്ടപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത രാജ്യമാണ്. ഇസ്രായേലാണ് ഇവർക്ക് വേണ്ടിയുള്ള സൈനിക പരിശീലനങ്ങൾ കൊടുത്തിരുന്നത്. പിന്നീട് 1979 ഇസ്ലാമിക റവല്യൂഷൻ വന്നു. ആ ഇസ്ലാമിക റവല്യൂഷൻ വന്ന സമയത്ത്, ഇസ്ലാമിക വിപ്ലവം ഉണ്ടായപ്പോൾ ആ രാജ്യത്തിൻ്റെ നിറങ്ങൾ മാറി, ഒരു ഷിയായിസം ഒന്നുകൂടി പ്രകടമാക്കാൻ തുടങ്ങി. അപ്പം അന്ന് വളരെ കുറച്ച് പേർക്കൊക്കെ ഒരു വലിയ കാരണം പർദ്ദ ധരിക്കണം, പബ്ലിക്കിൽ പർദ്ദ ധരിക്കണം. ഏറ്റവും നല്ല സിനിമ ഉണ്ടായിരുന്ന സ്ഥലം എവിടെയാണ്? ഇറാനിലാണ്. ദി ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഉണ്ട്. കാരണം ലോകത്തെ നമ്പർ 1 സിനിമകൾ, അതും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന സിനിമകൾ. അവർക്ക് ഈ ഒരു നിയന്ത്രണങ്ങളുണ്ടെങ്കിലും സ്വാതന്ത്ര്യം, പെൺകുട്ടികളെയൊക്കെ നന്നായിട്ട് അവർ പഠിപ്പിക്കും. അവർ കെമിസ്ട്രിയും ഫിസിക്സാണ് പഠിപ്പിക്കുക പ്രധാനമായിട്ടും. കാരണം അവരൊക്കെ നല്ല സയൻറ്റിസ്റ്റുകളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത രാജ്യമാണ് ഇറാൻ എന്ന് പറയുമ്പോഴും അവർ മതവേഷം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് സ്വാതന്ത്ര്യത്തോടു കൂടി പഠിക്കാനുള്ള ഫ്രീഡം കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ സ്ത്രീകളുടെ വിഷയം എന്ന് വെച്ചാൽ പർദ്ദയിൽ നിന്ന് രക്ഷപ്പെടുക, മോഡേൺ വേഷം ധരിക്കുക. ഇതാണ് ഇവർ ആഘോഷമായിട്ട് ഫ്രീഡായിട്ട് കാണുന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നുണ്ട്, ആയത്തുള്ള ഖുമൈനിയൊക്കെ ശപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ ഇതിനെ കൊല്ലാൻ വിചാരിച്ചതാണ്, പക്ഷേ ഇപ്പോഴെങ്കിലും അയാൾ ചത്തല്ലോ, അയാൾ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിലൊക്കെ ആഹ്ലാദിക്കുക. അപ്പോൾ ഈ ആഹ്ലാദിക്കുന്നവരുടെ മനസ്സിലെന്ന് വെച്ചാൽ ഇസ്ലാമിക വേഷത്തോടോ ഇസ്ലാമിക ചിഹ്നത്തോടോ താല്പര്യമില്ലാത്ത ആളുകൾ എവിടെ ഉണ്ടാവുമല്ലോ, ഇസ്ലാമിക രാജ്യങ്ങളും ഉണ്ടാവൂലേ, അത്തരം ആളുകളാണ് സത്യത്തിൽ ഈ ആയത്തുള്ള ഖുമൈനിയുടെ മരണത്തിൽ സന്തോഷിക്കുന്നത്. അദ്ദേഹം ഒരു ഷിയ വിശ്വാസിയാണ്, ഷിയ മതക്കാരനാണ്. ഇതൊന്നും ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു ചീത്ത പറയേണ്ട ഒരു കാരണമല്ല. ഏത് വിശ്വാസിയായിക്കോട്ടെ, അദ്ദേഹം പോരാടിയത് ആർക്കെതിരെയാണ്? സയനിസ്റ്റിനെതിരെയാണ്. പിന്നെ അവർ സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി. ആ ആയുധങ്ങളുടെ കരുത്താണ് ഇപ്പോൾ കാണുന്നത്. അവർ സകല സ്ഥലങ്ങളിലേക്കും ആയുധങ്ങൾ പായിപ്പിക്കാനുള്ള കരുത്താർക്കുണ്ട്, ഇറാൻക്കുണ്ട്. ഇറാൻ്റെ കാലാൾപ്പട. ഇനിയൊരു കരയുദ്ധം നടന്നോക്ക്. ഇറാൻ അങ്ങനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റൂല. ഒന്നാമത് അവരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ പരാജയത്തിൽ ആവേശം കൊള്ളുന്ന വിഭാഗക്കാരാണ് ഇറാനികൾ. പക്ഷെ അവർക്കൊരു പിഴവ് പറ്റി. ഫസ്റ്റ് യുദ്ധത്തിൽ തന്നെ ആയത്തുള്ള ഖുമൈനി കൊല്ലപ്പെട്ടു. അപ്പോൾ മൂപ്പരോട് സത്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് മാറിക്കൂടെ? എൻ്റെ നാട്ടിലെ 90 ലക്ഷം ആളുകളെ സുരക്ഷിതമായിട്ട് മാറ്റാൻ പറ്റാതെ ഞാൻ എങ്ങോട്ട് സുരക്ഷിതമായിട്ട് മാറ്റാനാണെന്നാണ് മൂപ്പര് ചോദിച്ചത്. ഇതാണൊരു നേതാവ്. ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ മണ്ണിൽ കിടന്ന് മരിക്കും. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം മരണപ്പെട്ടു. അന്ന് ആ ഒരു ബോംബാക്രമണം നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും പേരക്കുട്ടിയും മരുമകനൊക്കെ മരിച്ചു. അതിൽ ഭാര്യയ്ക്ക് പരിക്കേറ്റിരുന്നു. ആ ഭാര്യ അടക്കം ഇന്നലെ മരണപ്പെട്ടു. പക്ഷേ നമ്മുടെ നാട്ടിൽ അതൊരു ഷിയ രാഷ്ട്രമാണെന്ന് കരുതിയിട്ട് അവരെ ഇറാനിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഇറാനിൽ ഏത് നാട്ടിലും ഇപ്പോൾ ഇന്ത്യ നോക്കൂ, മോദിയുടെ ഇന്ത്യ. ഒരുപാട് പേര് മോദിക്കെതിരല്ലേ? പക്ഷേ അതെല്ലാ നാട്ടിലും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ നാട് ഭരിക്കുന്നത് പിണറായി ആണെങ്കിൽ പിണറായിക്ക് ഓപ്പോസിറ്റുള്ള ആൾക്കാരില്ലേ? അപ്പോൾ ഏതൊരു നാട്ടിലും അവരോട് ഓപ്പോസിറ്റുള്ള ആളുകളാണ്. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആളുകളെ താല്പര്യം എന്താണെന്നായി നോക്കേണ്ടത്. നമ്മുടെ നാട്ടിലാകുമ്പോൾ പൊളിറ്റിക്സും അതൊക്കെ ഒരു കാരണമാണ്. ഇവിടെ എന്താ കാരണം? ഇവിടെ സ്ത്രീകൾക്ക് അഴിഞ്ഞാടി നടക്കണം എന്നൊരു പാശ്ചാത്യൻ മോഡലിലുള്ള ആളുകളുണ്ട്. അവർക്ക് പർദ്ദ ഒഴിവാക്കിയിട്ട് അല്പവസ്ത്രധാരിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അവരാണ് സോഷ്യൽ മീഡിയയിൽ ഇറാൻ്റെ പതനത്തിൽ സന്തോഷിക്കുന്ന ആളുകളുള്ളത്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു 15-16 നൂറ്റാണ്ട് വരെ കനത്ത മുസ്ലിം സുന്നി ഭൂരിപക്ഷ രാജ്യമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഷാ ഇസ്മായിൽ എന്ന് പേരുള്ള ഒരു ഭരണാധികാരി വന്നിട്ട് ശേഷമാണ് നിർബന്ധപൂർവ്വമാണ് അവരെ ഷിയ. അത് 1736 ആകുമ്പോഴേക്കും ഷിയാക്കൾ ഭൂരിപക്ഷമായി. പിന്നെ സുന്നികൾക്ക് അവിടെ ഭരണത്തിൽ വലിയ പ്രാതിനിധ്യമൊന്നുമില്ല. സുന്നികൾ താമസിക്കുന്ന തന്നെ വികസനം, സുന്നികൾ താമസിക്കുന്ന ഭാഗത്തിലേക്ക് ഇറാൻ ഒരു വികസനം കൊണ്ടുമില്ല. പക്ഷേ സുന്നികളോട് ഇപ്പോൾ കലഹങ്ങളൊന്നും ഇല്ല കേട്ടോ. പണ്ടത്തെ പോലെ, പണ്ട് 1700കളിലും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം പോലെ ഇല്ല. പിന്നെ ആൾക്കാർക്ക് ഒരു ധാരണയാണ്, ഇവർക്ക് വേറെ കാബുണ്ട്, ഇവർക്ക് വേറെ ഖുർആൻ. നമ്മുടെ ഖുർആൻ തന്നെയാണ് അവർക്കും ഖുർആനുള്ളത്. അവർക്ക് നഫ്സു സക്കിയ എന്ന് പറയുന്ന വലിയ സൂഫി ഗുരു ഇമാം ജഅഫർ സാദിഖിൻ്റെ ഫിഖ്ഹുകളാണ് ഇവർ സ്വീകരിക്കുക. കുറേയൊക്കെ സ്വീകരിക്കുക, എല്ലാമല്ല ആ ഒരു മദ്ഹബാണ് ഇവർ സ്വീകരിക്കൽ. പിന്നെ നമ്മളെപ്പോലെ ഇവർക്ക് ഒറ്റ വിഷയമുള്ളൂ, മക്കയിലെ ഹറമ് പ്രദേശങ്ങളൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സൗദി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ സൗദിയോട് വിയോജിപ്പുള്ളത്. അല്ലാതെ ഇവർ ഹജ്ജ് ചെയ്യാൻ വരുമല്ലോ, ഇവർ ഇറാനികളായ ആളുകൾ ഹജ്ജ് ചെയ്യാൻ വരലുണ്ട്, ഷിയാക്കൾ വരലുണ്ട്, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. പണ്ടത്തെ പോലത്തെ ഒരു ഷിയ സുന്നി പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ അപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലുള്ളത്. ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ തന്നെ ആയത്തുള്ള ഖുമൈനി കൊല്ലപ്പെട്ട ദേശത്തിന് അമേരിക്കയുടെ എംബസി കത്തിച്ചിട്ട് 22 പേര് ചുട്ടുകൊന്ന രാജ്യമാണ്. ഞാനെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു യുദ്ധത്തിൽ ഇറാനെതിരെ അമേരിക്ക ഒരു കാലാൾപ്പടയെ കൊണ്ടുവരികയാണെങ്കിൽ, ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ഒരു കരയുദ്ധം നടത്തുകയാണെങ്കിൽ
ആ കരയുദ്ധത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം നിലവിൽ നല്ല ശക്തമായ ഒരു ആയുധബലമുള്ള ഒരു നാടാണ് ഇറാൻ. ആ ഇറാനായിട്ട് ഒരു കരയുദ്ധം നടത്തും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇനിയും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കരയുദ്ധം നടത്തി കഴിഞ്ഞാൽ ഇറാനെ തോൽപ്പിക്കാൻ കഴിയും. അതാണ് നിങ്ങൾ ഉത്തരവായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.